ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കേൾക്കാത്ത കിഴിയിലേക്ക് പോവാം. തകർക്കുന്ന കിഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറിയിട്ടാണോ നീ തകർക്കുന്നത്? ആവേശം കയറിയടാ, തോന്നി. ഒരുപാട് കിഴികളുണ്ട് കേട്ടോ, 20-ലേറെ. 23ആണോ 24ആണോ അത്ര ഉണ്ട്. ഓക്കെ, രാവിലെ തന്നെ ഒന്നും തന്നു കഴിഞ്ഞാല് ഫസ്റ്റ് വൺ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് കറക്കം. നീ കുറച്ച് കറങ്ങും. ഞാൻ നീ അത് പറഞ്ഞപ്പോഴേ എൻ്റെ തലേന്ന് കറങ്ങി. കറക്കം സിനിമയുടെ ഫസ്റ്റ് സോങ് വരുന്നുണ്ട്, ഇന്നാണ് വരുന്നത്. സാംസിയസ് ആണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ മൂസിൻ പരാരിയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അതെ. അടുത്തത് ശ്രീനാഥ് ബാസി. ഇതാരൊക്കെയാണ്? എനിക്ക് ഓർമ്മയില്ല അളിയാ. ശ്രീനാഥ് ബാസി, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, ശ്രീനാഥ് ബാസി ഉണ്ട്. ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. വലതുവശത്തെ കള്ളൻ. ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത്. ട്രസ്റ്റ് നോ വൺ. സത്യമായിട്ടും ഇവനങ്ങനെ പറയും, എന്നെ നോക്കിയിട്ട് പറയും, ചിലപ്പോ വിശ്വസിക്കരുത്. എന്തിന് ഇത്രയും കിഴി കൊടുത്തു എന്നൊക്കെ ചോദിക്കൂലേ? തക്ക ഇതുകൊണ്ടാ. ജനുവരി 30 വലതുവശത്തെ കള്ളൻ റിലീസിനെത്താണ് കേട്ടോ. ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്ത് ബിജു മേനോനും ജോജു ജോർജും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ കാണാം. അപ്പോ കാത്തിരിക്കുന്നു. ആരാണ് ആ കള്ളൻ എന്നറിയാൻ കാത്തിരിക്കുന്നു. ഇതിൽ ശരിക്കും വലതുവശത്തെ കള്ളൻ ആരാന്നുള്ളത്. ഓക്കെ. സർവം മായ. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ്. അജു വർഗീസ്, ജനാർദ്ദനൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയുടെ ഒരു സോങ്, അതായത് സെക്കൻഡ് സിംഗിൾ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പോസ്റ്ററും വന്നിട്ടുണ്ട്. അടുത്തത് 25-നാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒഡീസി സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട് കേട്ടോ. അതെ, ക്രിസ്റ്റഫർ നോളൻ ആള് ഒരു 1.5 പണ്ണല് പണ്ണാൻ പോവാണ്. പൂർണ്ണമായും ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്, അതായത് മൊത്തം. അതെ, നമ്മളിപ്പോൾ കാണുന്ന ഐമാക്സ് പലതും ഓക്കെ. അടുത്തത് പോന്നോട്ടെ. സിഗ്മ. ജേസൺ സഞ്ജയ് സംവിധാനം ചെയ്ത് സന്ദീപ് കിഷൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് 5 മണിക്ക് വരും. തമനാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. കത്തിക്കും തമൻ. അടുത്തത് ജയിലർ 2 സിനിമയില് ലാലേട്ടൻ ഇന്ന് ജോയിൻ ചെയ്യുന്ന കേട്ടോ കേൾക്കുന്നത്. ഗോവയിൽ വെച്ചിട്ടുള്ള ഷെഡ്യൂളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാലേട്ടൻ ഇന്ന് ജോയിൻ ചെയ്താൽ പൊളിക്കട്ടെ. നെൽസൺ സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് മൂവിയാണ്. പിന്നെ ആൾറെഡി ഇതിൽ വലിയ താരങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ് നമ്മുടെ ലാലേട്ടൻ്റെതും പിന്നെ ശിവരാജ്കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാമിയോ ആയിരുന്നു, അതിനേക്കാളും കുറച്ചും കൂടി സീനുകളും റോളുകളും ഒക്കെ ഉണ്ടെന്ന്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ലാലേട്ടൻ എത്ര 6 ദിവസത്തിന് മുകളിലേക്ക് ഷെഡ്യൂളായി. അപ്പോഴേ അറിയാലോ, മറ്റേത് വെറും 1 ദിവസമായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും 1 ദിവസം കൂടി വിളിച്ചു വരുത്തിയിട്ട് ചെയ്തതാണ് ക്ലൈമാക്സിലേക്കുള്ളത്. അപ്പോൾ വെറും 2 ദിവസത്തെ ഷൂട്ടാണ് അത്ര കണ്ടത്. അപ്പോൾ 6 ദിവസത്തിന് മുകളിലുണ്ടെങ്കിൽ ഒരു 12 മിനിറ്റ് കത്തിക്കൂട്ടോ. ഓക്കെ, അടുത്തത് പിന്നെ ലാലേട്ടൻ്റെ AI അത് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇമ്മോർട്ടൽ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരുന്നുണ്ട് ഡിസംബർ 24-ം തീയതി, അതായത് നാളെ സിനിമയുടെ ടീസർ വരും. എൻ്റെ കയാദുൽ ലോഹറാണ് നായിക. പിന്നെ ആരാടാ നായകൻ ഞാൻ നോക്കാറില്ല. നായകനെ കുറിച്ച് എന്തിന് അയാം ഗെയിം വരുമ്പോഴും അങ്ങനെ തന്നെ പറയണേ? അത് അത് പറയണം. അല്ല, നായകനെ കുറിച്ച് നീ നോക്കുന്നില്ലെങ്കിൽ അത് പറയണം. അല്ല, കയാദുവിന്റെ മുകളിലാണ് എന്റെ ഡിക്ക് മൊത്ത്. അത് കഴിഞ്ഞിട്ട് കയാദു വേറൊരർത്ഥം വന്നത്. എന്തൊരു കഷ്ടമാണ്, എന്ത് സംസാരിച്ചാലും പ്രശ്നമാണല്ലോ. ഓക്കെ, എന്തായാലും ഇമ്മോർട്ടൽ സിനിമയുടെ ടീസർ വരുന്നു. GVP ആണ് നായകൻ കേട്ടോ. ഡിസംബർ 25-നല്ലേ? 24-ന്. സോറി, ഞാൻ കറക്റ്റ് പറഞ്ഞു വെച്ചതായിരുന്നു. ആണല്ലേ? ഡിസംബർ 24. ഏത് ചിഹ്നമായിരുന്നു? മാരിയപ്പ ചിഹ്ന. മാരിയപ്പ ചിഹ്ന ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്തത് അഖണ്ഡ 2 സിനിമയുടെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സിൽ ജനുവരി 9-ന് കേട്ടോ. ബയോപതി ശ്രീനു ഡയറക്ട് ചെയ്ത് നമ്മുടെ ബാലയ്യ വേഷത്തിലെത്തിയ സിനിമയാണ്. അങ്ങനെ OTT-യിലേക്ക് 100 കോടി കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടുണ്ടാവായിരിക്കും. ഫസ്റ്റ് ഡേ 91 അല്ലേ തള്ളിയത്? അതാ അവര് പറയുന്നത്.
വലിയ വിജയമായില്ല കേട്ടോ. അതായത് അഖണ്ഡ ഫസ്റ്റ് ഇല്ലേ, അതിന്റെ അത്ര. ഓക്കെ, അടുത്തത് പരാശക്തി. ഓക്കെ, ശക്തി കാണിക്കാൻ ജനുവരി 14 നിന്ന് മുന്നോട്ട് വരാൻ പോവാണ്. അതായത് ജനുവരി 10 പരാശക്തി വരാൻ പോകുന്നത്. ഞാനിപ്പോഴത്തെ ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ ഭയങ്കര ഇതായിട്ടോ. ഇത് പ്രീപോൺ ചെയ്തത്. കാരണം ജനുവരി 9 2 അതിൽ ഒന്ന് പോട്ടെ. രാജാസാബ് പിന്നെ വിട്ടേക്കുന്നല്ല, എന്നാലും അതെ, അത് മറ്റൊരു ഇൻഡസ്ട്രി, അത് വേറെ രീതിയിലുള്ള വേറെ ലീഗുള്ള സിനിമയാണ്. ഇത് ഒരേ ലീഗിൽ വരുന്ന, അതും ജനനായകൻ കൈമാറിയ ആളുടെ അടുത്ത് ഇപ്പൊ വിജയ് അവനാണല്ലോ ഞാൻ കൈമാറിയത്. ഒട്ടാനായിട്ട് വരുന്നോടാ, ഇത്രക്ക് ധൈര്യമാടാ നിനക്ക്. എന്തായാലും ജനനായകന്റെ കൂടെ, അതായത് ജനനായകൻ 9-ാം തീയതി ആണെങ്കിൽ 10-ാം തീയതി പരാശക്തി വരും. സുധാ ഗംഗാര സംവിധാനം ചെയ്ത് SK നായകനാവുന്ന സിനിമയാണ്. രവി മോഹനാണ് വില്ലനായിട്ട് വരുന്നത്. നായിക ശ്രീലീല. അടുത്തത് ബാൾട്ടി. ചോദിച്ചിട്ടുള്ളത് ബാൾട്ടി സിനിമയുടെ OTT റിലീസ് ഉടനെ തന്നെ ഉണ്ടാവുന്ന കേട്ടോ കേൾക്കുന്ന ആമസോൺ പ്രൈമിൽ. ഓക്കെ, ഡേറ്റ് വന്നിട്ടില്ല, ഉടനെ തന്നെ വരും എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ കീഴിൽ ചോദിച്ചോളൂ, അല്ല ബാൾട്ടി എന്താ OTT വരാത്തത് കേട്ടു, അപ്ലൈക്ക് തന്നു. എന്തായാലും ഹാല് സിനിമ, അതായത് ഷൈനികത്തിന്റെ ആയതുകൊണ്ട് അതിന്റെ കൂടെ പറയാണ്, ഹാൽ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വന്നിട്ടുണ്ട്. മോശമില്ലാത്തൊരു ട്രailer-ആണ്. എന്തായാലും സിനിമ റിലീസ് 25-നാണ് അല്ലേ? 25-ന് എത്ര സിനിമയാണോ, ഇഷ്ടം പോലെ. ഇതൊരു ലവ് ഫിലിമാണ് കേട്ടോ, റൊമാൻറ്റിക്, സീരിയസ് ആയിട്ടുള്ള റൊമാൻസ് ആണെന്ന് തോന്നുന്നു. അല്ല, അതിന് മുന്നേക്ക് ഉള്ളത് കോമഡി ആയിരുന്നു. പിന്നെ പലതും കോമഡി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സീരിയസാ. കോടതി എന്തോ തടഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ റിലീസ്, അനുമതി കൊടുത്തതാ. ഓക്കെ, അടുത്തത് ട്രെയിൻ. ട്രെയിൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുന്നു. വരുന്നത് ഇന്നാണ്. മിസ്കിൻ സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ്. വിജയ് സേതുപതിയാണ് നായകൻ. പിന്നെ നായിക ശ്രുതി ഹാസൻ. പിന്നെ വേറെ ചിരിക്കേണ്ട കാരണം എന്നറിയോ, ഞങ്ങളിങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന സമയങ്ങളിൽ, ഈ അപ്ഡേറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയങ്ങളിൽ കീർത്തി സുരേഷ്, ശ്രുതി ഹാസൻ, പൂജ ഹെഗ്ഡെ, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, എന്തിനാ 3 പേര്, ഭാഗ്യശ്രീ, ഇവർ അഭിനയിക്കുന്നുണ്ടോ, ആ സിനിമയുടെ കാര്യം കണക്കാന്ന് എപ്പോഴും പറയും. അങ്ങനെ വെറുതെ ഒരു രസമായിട്ട് പറഞ്ഞതാ, രസകരമായിട്ട് ചിരിച്ചതാണ്. അടുത്തത് ദൃശ്യം 3 ഹിന്ദി വേർഷൻ സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. October 2 അനൗൺസ് ചെയ്തു. യെസ്, October 2-ാം തീയതി. അഭിഷേക് പഥക് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. പതഞ്ഞില്ല, കലങ്ങിയില്ലാന്ന് പറഞ്ഞത്. അടുത്തത് അല്ലു അർജുൻ അറ്റ്ലി മൂവി. സിനിമയിൽ മൃണാൽ താക്കൂർ ഉണ്ട് എന്നുള്ള റൂമർ ഉണ്ടായിരുന്നല്ലോ. ആരുടെ ഭാഗങ്ങളൊക്കെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആളിതിൽ അല്ലു അർജുൻ്റെ സിസ്റ്റർ ആയിട്ടായിരിക്കും വരിക എന്നുള്ളത് റൂമറാണ് വരുന്നത്. സിസ്റ്ററാ ഒരളിയനാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അല്ലു അർജുൻ അളിയാന്ന് വിളിച്ചില്ല, പറയാൻ നിൽക്കായിരുന്നു, അപ്പത്തേക്ക് പോയി വിളിച്ച്. പക്ഷെ എന്താണെന്നറിയോ, എനിക്ക് കാണാൻ അത്ര ലോയലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ലോയൽറ്റി കുറവാണ്. ലോയലായിട്ടുള്ള ആരൊക്കെ ഉള്ളത്? ഞാന് കയാതു, ഞങ്ങളുടെ ആ ബെൽറ്റ് ഉണ്ടല്ലോ, ശരിക്കും നിങ്ങളെല്ലാം ഒറ്റ ബെൽറ്റിലാണ് കെട്ടേണ്ടത്, വേറെ അങ്ങോട്ട് മാറ്റി കെട്ടാൻ പാടില്ല. അതാണ്. അടുത്തത് പാട്രിയോട്ട് സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില് പുറത്തു വന്നിട്ടുണ്ട്. 129-ാമത്തെ ദിവസം. ഓക്കെ, അടിപൊളി. പീട്രിയോട്ട് എന്നുള്ള രീതിയിലല്ലേ നമ്മുടെ ടീസറിൽ മമ്മൂക്ക പറയുന്നത്? ലാലേട്ടൻ പറഞ്ഞത് തന്നെയായിരുന്നു പീട്രിയോട്ടിൽ അഭിനയിക്കുന്നത്. ആരോ വന്നിട്ട് പീട്രിയോട്ട് അല്ലെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ആദ്യം പാട്രിയോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PA എന്ന് വന്നാൽ തന്നെ നമ്മൾ പാട്രിയോട്ട്, നമ്മുടെ ഇംഗ്ലീഷ് വെച്ച് ഞങ്ങൾ അങ്ങനെ പറയാറുള്ളൂ. പിന്നെ ഇവര് മാറ്റി പറയുന്നത് കേട്ടപ്പോഴാണ് പീട്രിയോട്ടോ, ഇതിന് പീട്രിയോട്ട്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ലാലേട്ടനും മമ്മൂക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ PE അല്ലെങ്കിൽ PI വെക്കുമ്പോഴല്ലേ പീട്രിയോട്ട് എന്ന് വരിക. പിന്നെ അവര് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചു. ഒട്ടും വിവരമില്ലാന്നുള്ളത് പുറത്ത്. അല്ല, PA പാന്നാണ് ഞങ്ങൾ വായിക്കാറ്, ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. പീട്രിയോട്ട്. ഓക്കെ, അടുത്ത കഴിഞ്ഞു DS ഇറേ. അത് ആദ്യം അങ്ങനെ വായിച്ചു, ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ഇതിനകത്തൊക്കെ ചെറിയ ഇത് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, ഇംഗ്ലീഷ് അറിയുന്നവർക്ക് പ്രൊനൗൺസിയേഷനിലുള്ള വ്യത്യാസം.
ഡിയാസിറ എന്നുള്ളതാണ് ഞങ്ങൾ അതുവരെ പറഞ്ഞിരുന്നത്. ഇവർ പിന്നെ മലയാളത്തിൽ എഴുതി കാണിച്ചു. അങ്ങനെയല്ല, ഡിയാസിറയാണ്. അങ്ങനെ ഞങ്ങൾ തിരുത്തിയതാണ്. ഓക്കെ, അടുത്ത നമ്മൾ തിരുത്താൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഇത് പിന്നെ മലയാളത്തിൽ എഴുതി തരുന്നത്. യുവമാർക്ക് എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവും. അടുത്തത് കേടി. കേടിയുടെ നീ ആളുടെ ബിഗ് ഫാനാണല്ലോ. മൊത്തേ എവിടെയായിരുന്നു കുറെ കാലം കണ്ടിട്ട്. ധ്രുവ സർജ എന്താ പറയാ, മുകളിലേക്ക് വെക്കാൻ കാരണം എന്താ അറിയോ, ഞങ്ങൾ മുകളിൽ വെച്ചിട്ടാ കണ്ടത്. മാർട്ടിന്റെ കൂടെ ഒരു പോക്ക് പോയതാ. ഞങ്ങള് മറ്റേ കളങ്കാവിലും പോയി. ഇടയ്ക്ക് കണ്ടുവരാറുണ്ട്. ആൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല മാർട്ടിന് ശേഷം. ഇനി കേടി വരണം. മേ ബി ചിലപ്പോൾ അതിന് മുകളിലേക്ക് ചിലപ്പോൾ പോയേക്കാം, ചന്ദ്രനിലൊക്കെ. എന്തായാലും കേടി സിനിമയുടെ 3rd സിംഗിൾ വരുന്നുണ്ട്. ഇന്നാണ് അതിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അത് വന്നിട്ടില്ല. വന്നാൽ ഉൾപ്പെടുത്താം. പ്രേം SD ആണ് കേട്ടോ. പക്ഷേ പ്രേം S ആണ് കേട്ടോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അടുത്തത് മമ്മൂക്ക ഖാലിദ് റഹ്മാൻ മൂവി. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പ്രൊഡക്ഷൻ സിനിമയിൽ തമൻ മ്യൂസിക് ചെയ്യും എന്നുള്ള റൂമറുകൾ കടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ പറയുന്നു. സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദിച്ചിട്ടില്ല, നമുക്കിത് ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരുന്നില്ലേ? പിന്നെ ഇപ്പൊ വേണ്ടല്ലേ? ഇപ്പൊ വേണ്ട. സംഭവം വലിയ പരിപാടി കേട്ടോ. മൂവിയാണ് നമ്മൾ ഏറ്റവും വലുതായി വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാന്നാ കേട്ടത്. അതിന്റെയൊക്കെ മുകളിൽ നിൽക്കും എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് കേട്ടോ. എന്താണെങ്കിലും തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് പല കാര്യങ്ങളും പറയാൻ അനുവാദം കിട്ടുമ്പോ. അനുവാദം ഇല്ല ഇപ്പൊ. ഓക്കെ, അടുത്തത് എക്കോ സിനിമ OTT വരാൻ പോവാണ്. നെറ്റ്ഫ്ലിക്സിലാണ് വരാൻ പോകുന്നതാണ് കേൾക്കുന്നത്. ഉടൻ സ്ട്രീമിംഗ് ചെയ്യും. പിന്നെ എക്കോയുടെ ഇതുവരെയുള്ള കളക്ഷൻ 45 കോടി കേട്ടോ, വേൾഡ് വൈഡ് 45 കോടി. അതൊക്കെ ഏത് ലെവലിലേക്ക് പോകേണ്ടതല്ല. പിന്നെ എന്താണെങ്കിലും അടുത്തത് D152 ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ദിലീപ് നായകനാവുന്ന സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ജനുവരി 31 എന്ന് കേൾക്കുന്നുണ്ട്. ജനുവരി അല്ല, സോറി, ഡിസംബർ 31. ഓക്കെ, അത് അങ്ങനെ തെറ്റ് സംഭവിക്കുന്നതിൽ തെറ്റ് വരാൻ പറ്റില്ല. എന്താടാ എല്ലാവരും അങ്ങനെ. അതായത് ഇനി 2025 അതായത് നമ്മൾ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു വർഷത്തിൽ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക് അതെന്താണെന്നറിയോ? എന്തെങ്കിലും എഴുതി കൊടുക്കുമ്പോൾ അതായത് അടുത്ത വർഷം മാറിയിട്ട് ജനുവരിയിൽ നമ്മൾ ആദ്യം എഴുതി കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം എഴുതും, എന്നിട്ട് വെട്ടും, എന്നിട്ട് പുതിയ വർഷം എഴുതും. ഇവരൊക്കെ അങ്ങനെ. ഞാൻ അങ്ങനെ ഒന്നല്ലോ, ഞാൻ ഭയങ്കര ബ്രില്യന്റ് ആണ്. കറക്റ്റ് ഓർമ്മയിലുണ്ടാവും. ഒരു വർഷം മുന്നേക്ക് തെറ്റാൻ പാടില്ല ഒരിക്കലും. കൂട്ടി എഴുതി കൊടുക്കും. ദുരന്തം പറിച്ചിട്ടൊന്നും നിർത്തലേ. ഇത് ദുരന്തല്ല, അത് വലിയ സംഭവമാണ്. നീ ചെവി കൊത്തിക്കോ. ഞാൻ ചെവി കൊത്തൂല, എനിക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി ഉണ്ടാവും. പോന്നോട്ടെ. അതായത് ദുരന്ത സിനിമ 800 കോടി കഴിഞ്ഞു. എന്തായാലും 1000 കോടി അടിക്കും ഉറപ്പാ. നല്ല ട്രെൻഡായിട്ട് പോകുന്നു. ഇതില് ഒരു ഐറ്റം സോങ് എന്തോ ഉണ്ട്, നമ്മൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. ശരാരത്ത് എന്ന് പറഞ്ഞ സോങ്. അതില് തമന്നയെ ആയിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെ കഥ, ആ സമയങ്ങളിൽ എന്തൊക്കെ കഥ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം മറന്ന് തമന്നയിലേക്ക് ശ്രദ്ധ വരും, അത് വിട്ടുപോകുമെന്ന് കരുതിയിട്ട് തമന്നയെ മാറ്റിയിട്ട് അവിടെ വേറെ ആളെ വെക്കായിരുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് ആദിത്യ ദറാണ്, അതാണ് സംവിധായകൻ. അത് ഞങ്ങൾക്ക് അത് വളരെ സത്യമാണ്. അതായത് ഈ സിനിമ എന്തുകൊണ്ട് 800 കോടി അടിച്ചു അല്ലെങ്കിൽ വലിയ വിജയമായി എന്നുള്ളതിന് തെളിവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. തീർച്ചയായും തമന്നയിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ പോകും. തമന്ന ആയിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു 300 നിന്നേര്. തമന്ന അല്ലാത്തത് കൊണ്ട് 800 അടിച്ച് മോളിൽ കയറി പോയിട്ടുണ്ട്. പിന്നെ ആദിത്യ ദർ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നറിയോ? ഇനി തമന്ന ഫാൻസ് പൊട്ടന്മാർക്ക് ഇനി അതൊരു സങ്കടം ആവണ്ട. ഇനി തമന്നനെ എടുക്കാത്തത് കൊണ്ട് മറ്റേ ഈ കഥ ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിനകത്തുണ്ടായിരുന്നു, അതുകൊണ്ട് തമന്നയിലേക്ക് എല്ലാവരെയും ശ്രദ്ധ പോകുന്നു ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ്. അല്ലാണ്ട് പടം പൊട്ടുന്ന അയാൾക്ക് അറിയാം വിളിച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് സത്യാവസ്ഥ. ആരോപണങ്ങൾ. ഇനി ഒരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പൊ 800 കോടി എത്ര 800 സംതിങ് എത്ര ആയിട്ടുണ്ടല്ലോ. ഇതിൽ തമന്ന ഉണ്ടായിരുന്നെങ്കിൽ ഈ 2 ടിക്കറ്റും കൂടി അതിന്റെ പൈസ കൂടി കയറിയാനേ. ഒരിക്കലും ഞാൻ തമന്ന ഫാനായിട്ട് ഞാൻ നിൽക്കൂല. നീ ആള് ഒഴിഞ്ഞ സ്ഥലത്ത് കാണൂലേ? അല്ല, ആളുള്ള സ്ഥലത്ത് കാണൂലേ?
അതാണ് പ്രശ്നം. മൊബൈലിലൊക്കെ വരുമ്പോ കാണും. അടുത്തത് വൃഷഭ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡിസംബർ 25-ാം തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നത്. നീ തെറ്റിക്കാത്ത ആളല്ലേ. ഇപ്പൊ 2 തെറ്റായി ജനുവരിന്റെ കാര്യത്തിൽ. അല്ല, ലാലേട്ടൻ ഫാൻസിന് ഇത് വലിയൊരു കാര്യമായിട്ട് ഉള്ള ഒരു പരിഗണന ഇല്ലേ ഈ സിനിമയോട്? ബുക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കയറി എല്ലാം കാണിക്കുന്നൊക്കെ ഉണ്ട് തിയേറ്ററുകളൊക്കെ. പക്ഷെ ഇതിനു വേണ്ടി അത് തന്നെ. പക്ഷെ എന്നാലും ഒരു ലാലേട്ടൻ സിനിമ വരുന്ന സമയത്ത്, അത് മലയാളത്തിൽ നിന്ന് ഒരു ലാലേട്ടൻ സിനിമ വരുന്ന പോലത്തെ എന്തായാലും ബുക്കിംഗ് ഉണ്ടാവില്ലല്ലോ. പക്ഷെ എങ്കിലും കുറച്ചൊക്കെ പരിഗണന കൊടുക്കണം. തീരെ ഒരു രീതിയിലും അത് പൊട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം പാടില്ല. അതൊരിക്കലും പാടില്ല. എവിടെയൊക്കെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കോ, വൃഷഭനെ കുറിച്ച് ഫാൻസ് എഴുതുന്ന പോലും അതിലൊരു പ്രതീക്ഷയുടെ ഒരു പോലുമില്ല. സോറി, എന്തൊരു കഷ്ടം. നിനക്ക് പ്രതീക്ഷയില്ലേ നീ കാണാൻ പോകുന്ന സിനിമ? തീർച്ചയായും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ പ്രതീക്ഷ ഇല്ലായ്മ ഞാൻ വെക്കുന്നുണ്ട്. പൊതുവെ എല്ലാവരും പറയുമ്പോൾ നമ്മൾ മാത്രം വേറെ രീതിയിലാവണ്ട, എന്നിട്ട് നമ്മൾ പ്രതീക്ഷ കൊടുത്ത് പൊട്ടിച്ചെന്നുള്ള രീതിയിൽ വരും. അങ്ങനെ പ്രശ്നമുണ്ട്. എന്തായാലും നന്ദകിഷോറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്നു. പഴയ കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും ആൾ വരുന്നുണ്ട്. അടുത്തത് സൂര്യ 47 ലുക്ക്. അതായത് പോലീസ് വേഷത്തിൽ ആളുടെ ലുക്ക് എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്കയായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇതായിരിക്കും ലുക്ക്. മീശ പറ്റ കുറ്റിയൊന്നുമല്ല, ചെറുതായിട്ടുണ്ട്. ചിലപ്പം മേ ബി കുറച്ച് സീനുകൾ കഴിയുമ്പോഴത്തേക്കും കൂടുമായിരിക്കും, കൂട്ടാനുള്ള പരിപാടി ആയിരിക്കാം. ഇത് പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതല്ലേ. ഇനി എന്തായാലും പൊങ്കൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്, അപ്പോഴേക്കും സെറ്റ് ആവും, കുറച്ചുകൂടി വളരും. എന്തായാലും ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് സൂര്യനായകനാവുന്ന സിനിമ. അടുത്തത് മെഗാ 158. മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ സിനിമയിൽ ലാലേട്ടൻ ഒരു കാമിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ബോബി കൊല്ലിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ജനുവരി സിനിമ റിലീസാണ് അല്ലേ? ഇതല്ലേ? അത് അടുത്ത പ്രാവശ്യം. മൊത്തത്തിൽ ജനുവരി എന്ന് പറയുമ്പോ തന്നെ തെറ്റാണല്ലോ അത്. നീ തന്നെ ഒരു തെറ്റാണ്. ജനുവരി മൊത്തം നിനക്ക് നല്ല ദിവസങ്ങളായിരിക്കും. മാസം നീ ശ്രദ്ധിച്ചോ? മറ്റേ ഇതിനകത്ത് പറഞ്ഞു കർത്താവ് മിന്നിച്ചേക്കണേന്ന് പറഞ്ഞറിയോ? അതായത് ഒരു വയലൻസ് സിനിമ അല്ലേ? ഓക്കെ ആ സിനിമയിലാണല്ലേ? മറ്റേ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? ഒരു ചുമരിൽ ഇങ്ങനെ മനസ്സിലായി, ബ്ലഡ് നിറഞ്ഞ ഒരു എന്തായാലും പറയാ കൊണ്ട് വെട്ടിയതല്ലേ നയൻതാരയുള്ള സിനിമ. കൺഫ്യൂഷൻ ആണ്. അങ്ങനെ എല്ലാ സിനിമയിലും ഒരേപോലെ ആയിരിക്കും. പിന്നെ ഞാൻ ഏത് സിനിമയാന്ന് വെച്ചിട്ട് ഇത് മാരക വയലൻസ് ഉള്ള സിനിമ ആണല്ലേ? ഓക്കെ, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സിനിമയാണെന്നുള്ള ഓർമ്മയിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഒരു അനൗൺസ്മെന്റ് വന്നില്ലടാ, പോസ്റ്ററിൽ അങ്ങനെ ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട്, അതിൽ റെഡ് കുറെ ബ്ലഡ് ഒക്കെ ആയിട്ടുള്ള ഒരു മഴ വെട്ടിപ്പൊളിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സാധനം ഓർമ്മയില്ല. അതായത് ഇതൊരു വയലൻസ് ബ്രൂട്ടൽ വയലൻസ് മൂവിയാണ്, ഗ്യാങ്സ്റ്റർ മൂവിയാണ് എന്നുള്ളതാണ് കേൾക്കുന്നത്. പറയാൻ പറ്റില്ല, നോക്കാം. എടാ ഇത് അത്രക്ക് സംഭവമായിട്ടുള്ള സാധനം. എനിക്ക് അറിയാത്തോണ്ടാണ്, അല്ലാണ്ട് ഞാൻ അറിയേണ്ടത്. നയൻതാറിൻ്റെതും ചിരഞ്ജീവിൻ്റെതും അല്ലേ? അത് നോക്കണ്ട. അതിന്റെ പേരെന്തായിരുന്നു? അത് 12-ാം തീയതി പേര് ഒരാളുടെ പേരില്ലേനോ? ശരി മനസ്സിലായി. പേര് മറന്നു. ആ പേരൊക്കെ ഓർത്ത് വെക്കുകയാണെങ്കിൽ നീ ബ്രില്യന്റ് ആന്ന് പറഞ്ഞു. വെങ്കടേഷ് അതിലൊരു കാമ്യവേഷം ചെയ്യുന്നുണ്ട്. അതാണ് നീ പറയുന്ന സിനിമ. ഒരു സിനിമ കൊണ്ട് അടുത്തൊരു 1.5 ഐറ്റം വരുന്നുണ്ട്. ശരിക്കും ബ്രൂട്ടലായിട്ട് ബ്ലഡിൽ കുളിച്ചൊരു മുതൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. റൗഡി ജനാർദ്ദനൻ. ആ പേര് അത് തന്നെ അവര് ഇട്ടല്ലോ അല്ലേ? നമുക്ക് റൗഡി ജനാർദ്ദനൻ എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു കോമഡി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലുക്കിൽ നല്ല കോമഡി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളം ഒന്ന് കാണണം. ഞങ്ങൾ ഇതിന്റെ ടീസർ റിയാക്ഷൻ ചെയ്ത് ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടോ. അതെ, റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ ചെയ്ത സമയത്ത് അത് കാണണം, അല്ലാതെ ഞങ്ങൾ മുന്നേ കണ്ടിട്ടില്ല. മലയാളത്തിലൊക്കെ അത് വിടാൻ പറ്റാത്തത് ഭയങ്കര സത്യമായിട്ട്. ഞങ്ങൾ കുറെ നോക്കിട്ടോ, ശ്രമിച്ചു കുറെ. അതായത് നോക്കി പാരഡൈസിലെ പുണ്ടച്ചിമോനില്ലേ, നേരത്തെ ഞാൻ ഞാനിന്റെ ആ രീതിയിലുള്ള ആ ലെവല് പരിപാടി അതിലുള്ളത്. ഇതില് മാ വെച്ചിട്ട് തെറിയ കുളിക്കുന്നുണ്ട്.
വിളിക്കേ മലയാളത്തിലാവുമ്പോ നല്ല സുഖമല്ലേ വിളിച്ചു. അതല്ലേ നിനക്ക് മോനെ എന്ന് പറയാൻ പറ്റൂ. മാ വെച്ചിട്ട് പറയാൻ പറ്റില്ലേ? അത് ശരിയാണല്ലോ. എന്താണ് നമുക്ക് എന്താ പറഞ്ഞാല് അല്ല അവർക്ക് പറയാലോ, നമുക്കും പറയാൻ. എന്തായാലും നീ ഭയങ്കര വൃത്തിയായിട്ടവനായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പത്തെ സത്യമായിട്ടും നമ്മളിങ്ങനെ പറയുമ്പോ പൂ അങ്ങനെ പറയാൻ പാടില്ല. എല്ലാരും മറന്നിട്ടുണ്ടാവേ. അപ്പൊ അത് ചില സമയങ്ങളിൽ രജിസ്റ്റർ ചെയ്യണം. നല്ല രജിസ്ട്രേഷൻ അല്ല സത്യമായിട്ടോ. അതിലെ ക്യാരക്ടർ നെയിമാണ്, ക്യാരക്ടർ നെയിമാ. പൂ ഉണ്ടാ വിട്ടിട്ട് പുച്ഛന്ന് മതി അല്ലേ? അല്ല പുച്ചി മതി. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തില്ലേ? അതുപോലെയാണ് ഇതിന്റെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്രിസ്റ്റോ സേവിയർ ആട്ടോ ഇതിന്റെ മ്യൂസിക്. പിന്നെ ഇത് കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് ഇവർ ഇതുവരെ ഈ KGFന്റെ ഒരു അലയോലി ഉണ്ടല്ലോ, അത് എല്ലാ ഇൻഡസ്ട്രിയിലും അടിച്ചിട്ടുണ്ടായിരുന്നു, അത് തെലുങ്കിലും അടിച്ചിട്ടുണ്ടായിരുന്നു. അത് വിട്ടിട്ടില്ല. ആ ഒരു മൂഡിലാണ് ഒരു അതിന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ അങ്ങനെയാണ്. എന്താണ് പറയുന്നത്, കോമഡി ഫീൽ ചെയ്യുന്നു. ഫുള്ള് നാടകീയമായിട്ടുള്ള ഡയലോഗുകളും കൊള്ളാം, നൈസായിട്ടുണ്ട്. വീടി പറഞ്ഞോളൂ റൗഡിയാണോ ഹിറ്റാവുന്നത്. സത്യം. പക്ഷെ ഇത് ഹിറ്റാവും തോന്നുന്നില്ല. അമ്മാരി പരിപാടിയാ പണി വെച്ചിട്ടുള്ളത്. അല്ല ഇഷ്ടപ്പെടാൻ നോക്കാട്ടോ, എന്താ പറയാ പ്രൊമോ അല്ലേ, സിനിമയായിട്ടല്ലോ അങ്ങനെ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ഓ പോരെ, കഴിഞ്ഞ ഇനിയും വേണമായിരുന്നോ? കറങ്ങി. ഇപ്പൊ എന്തായാലും പോവാണ്. ജനുവരി ശ്രദ്ധിക്കണം അമ്പാനെ. അപ്പൊ എന്തായാലും പോവാണ്. ബൈ. ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഇതൊക്കെ തള്ളല്ലേ നീ, ഇതൊക്കെ കാര്യമൊക്കെ എടുക്കാൻ പാടില്ല. ഞാൻ തെറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തെറ്റി. അവിടെയാണ്